ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ രാവിലെ തന്നെ നമ്മുടെ ഷാനവാസും റെന ഫാത്തിമയും തമ്മിൽ അടിയുണ്ടായിരുന്നത് വേറൊന്നും കൊണ്ടല്ല. ഷാനവാസ് അടുക്കളയിൽ കിച്ചൺ ടീമിലുണ്ടായിരുന്ന ഒരു ഓറഞ്ച് പാക്കറ്റിൽ നിന്ന് ഒരു ഓറഞ്ച് എടുത്ത് കട്ട് ചെയ്തിട്ട് അത് കുറച്ച് പേർക്കൊക്കെ കൊടുത്ത്. അപ്പൊ അത് റെനയ്ക്ക് ഇഷ്ടപ്പെടില്ല. റെന എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ഓറഞ്ച് എവിടെ നിന്ന് വെച്ച്. അപ്പൊ ഷാനവാസ് പറഞ്ഞത് ഞാൻ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ചുപേര് കഴിച്ചെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നിങ്ങൾ മോഷ്ടിച്ച്, നിങ്ങൾ കട്ടെടുത്ത് കള്ളി മോഷ്ടിച്ചെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഷാനവാസ് പറഞ്ഞു ഇതിങ്ങനെ മോഷ്ടമാണെന്ന് ഞാനത് അങ്ങനെ എടുത്തില്ല, എല്ലാവർക്കും കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ കഴിഞ്ഞ തവണ ഇവിടെ ഇരുന്ന് ചീസ് എടുത്തിട്ട് നിങ്ങൾ അതെല്ലാവരും തിന്നു തീർത്തെന്ന് പറഞ്ഞു. അതായത് അപ്പൊ റെന ഫാത്തിമ പറഞ്ഞു ഞാനത് ഒറ്റയ്ക്ക് തിന്നതല്ല, ഞാൻ എല്ലാവരെയും കാണിക്കെ ഇവിടെ കുറെ പേർക്ക് 7 പേർക്ക് കൊടുത്തിട്ടാണ് തിന്നത്. അപ്പൊ ഷാനവാസ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ എന്തിനോ എന്നിട്ട് എടുത്തിട്ട് നീ അത് ഫ്രിഡ്ജിനകത്ത് പച്ചക്കറിയുടെ ഇടയിലോട്ട് കയറ്റി വെച്ചത് കാണാതെ രീതിക്ക് എടുത്ത് വെച്ചെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. സത്യത്തില് ഈ റെന ഫാത്തിമ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്ന അനുവിനെ ചപ്പാത്തിക്കളി വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അനു അങ്ങനെ ചപ്പാത്തി എടുത്തിട്ടില്ലെന്നുള്ളതും മോഷ്ടിച്ചിട്ടില്ലെന്നുള്ളതും ബിഗ് ബോസിന്റെ വീഡിയോക്കകത്ത് കാണിച്ചിട്ടുള്ളതായിരുന്നു. എന്നിട്ടും റെന അത് പറഞ്ഞിട്ടാണ് അനുവിനെ ഇന്നലത്തെ എപ്പിസോഡിൽ പ്രൊവോക്ക് ചെയ്തത്. പക്ഷെ അത് കറങ്ങി തിരിഞ്ഞ് അനുവിന് റെന ഫാത്തിമയ്ക്ക് തന്നെ ഒരു അടിയായിട്ട് വന്നു. ഇപ്പൊ കറക്റ്റ് ചീസ് കളി ആയത് റെന ഫാത്തിമയായിരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ ശരത്താണെന്നുണ്ടെങ്കിൽ ഫുൾ ഡൗൺ എന്ന് പറഞ്ഞാൽ ആള് ഫുൾ ഇല്ല, ചത്തതി പതിയുന്ന അവസ്ഥയിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിക്ഷൻ ടൈമിൽ RJ ബിൻസി എവിക്ഷൻ ആകാൻ പോകുന്ന നേരത്ത് ഭയങ്കര സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുക, മുത്തം കൊടുക്കുക. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ എന്തോ ഇല്ലീഗലായിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ടായിരുന്നു ആ ഹൗസിൽ. അത് എപ്പിസോഡിൽ വന്നിട്ടില്ല, ലൈവിൽ വന്നിട്ടില്ല. ആ കാര്യം പറഞ്ഞ് ഇത് കണ്ടിട്ടുള്ളത് ഷാനവാസ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഷാനവാസിന്റെ ഒരു മരുന്നിരിപ്പുണ്ട്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വിഷയവും നാട്ടിൽ വിഷയവും ഈ കാര്യങ്ങളൊക്കെ പുറത്തറിയുകയും ചെയ്യും. ശരത്തിനാണെങ്കിൽ ഒന്നത് വൈഫ് പ്രഗ്നന്റ് ആണ്, പിന്നെ ഈ കേസ് അറിഞ്ഞ ബിൻസിയുടെ കാര്യം എന്താവും, അങ്ങനെയുള്ള ഫുൾ കൺഫ്യൂഷനും ടെൻഷനിലും ഇരിക്കുന്നു. അതാണ് ശരത്ത് ഫുൾ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്തതിൽ പതിയുന്ന അവസ്ഥയായിരുന്നു ശരത്തിന്റെ അവസ്ഥ. അതെന്തായാലും കാണിച്ചിട്ടില്ല. അതാണ് അക്ബറിന്റെ അല്ലേ ഷാനവാസിന്റെ ഒരു ഗെയിം പ്ലാൻ. അതായത് ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കാര്യം, നിങ്ങൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൊളിയും. അത് പറയാതെ ഇങ്ങനെ പേടിപ്പിച്ച് ഷാനവാസിനെതിരെ ശരത്തിന് കളിക്കാൻ പറ്റാത്ത രീതിക്ക്, നേരെ നിന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിക്ക് ഇങ്ങനെ ഇപ്പൊ പൊട്ടിക്കും എന്ന രീതിക്ക് പറയത്തുമില്ല. എന്നാൽ ഇത് ഞാൻ വേണമെങ്കിൽ പറയും, ആ രീതിക്ക് ആക്കി വെച്ചേക്കാണ്. അപ്പൊ ശരത്ത് ഫുൾ പേടിച്ച് ഡൗൺ ആയി ഫുൾ തീർന്നിരിക്കുകയാണ്. ശരത്തിനെ പറഞ്ഞറിയാമല്ലേ, ശരത്തിനെ പറയുമ്പോഴേക്കും നമ്മുടെ ടീമിലുള്ള ശരത്തിനെയൊക്കെ അടിമയാക്കി വെച്ചേക്കുന്ന അക്ബർ ഒന്ന് ഇടപെട്ട് അക്ബർ ഒന്ന് അത് ഇതൊക്കെ പറഞ്ഞ് അക്ബറും ചെറുതായിട്ട് ഇന്ന് വിഷയം ഉണ്ടാക്കിയായിരുന്നു ഷാനവാസിനെതിരെ. കാര്യം അവരൊരു ടീമല്ലേ. ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ വളർത്തുന്ന ഗുണ്ടകളല്ലേ ഇവരൊക്കെ. ഈ മണ്ടന്മാർക്ക് അറിയത്തില്ല അക്ബറിന്റെ സ്വഭാവം എന്താണെന്നുള്ളത്. ഇവരെല്ലാം അക്ബറിനെ താങ്ങി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ 2 ടീമായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ. ഒന്ന് ആ ടീമും പിന്നെ ഒരു ടീം ഷാനവാസ് അഭിലാഷ്, പിന്നെ അവര് 2-3 പേര് ചേർന്നിട്ട് ഇവർക്കുള്ള, അതായത് അക്ബറിന്റെയും ആ ടീമിന്റെയൊക്കെ അത് നമുക്ക് പൊളിക്കണമെന്നൊക്കെ പറഞ്ഞെന്ന് ലൈവ് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ സത്യത്തില് ഒരു ടീം, അക്ബറിന്റെ ടീമെല്ലാം വില്ലന്മാര്, ഇവരുടെ ടീമെല്ലാം നായകന്മാര്, ആ രീതിക്കാണ്. ഇതിന്റെ ഇടയ്ക്ക് പാവം നമ്മുടെ 2 പേരുണ്ട്. ഒന്ന് അനീഷിനെ കാണാനില്ല, ലിസ്റ്റിലില്ല അനീഷിന്റെ പരിപാടി എല്ലാം ഡൗണായിപ്പോയി. ഇപ്പൊ ഫുള്ള് ഷാനവാസ്, അക്ബർ, ശരത്ത്, അനുമോള്, പിന്നെ റെന, അത്രയൊക്കെയാണ്. അവരെയാണ് ഫുൾ ഫോക്കസ് ചെയ്തിട്ടിരിക്കുന്നത്. ഷാനവാസ് ഇയാളാണെങ്കിൽ അങ്ങോട്ട് തലയും പൊക്കി റോബോട്ട് നടക്കുന്ന അങ്ങോട്ട് മറ്റേ വാന നിരീക്ഷണം നടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നല്ലാതെ അനീഷ് ഇപ്പൊ കളത്തിലില്ല. അനീഷ് പക്ഷെ അടുത്ത ആഴ്ച ഗെയിം മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ അനീഷിന്റെ കാര്യം ഒരു തീരുമാനത്തിലാവും. കാര്യം അനീഷിന് ഇത്തവണ ഒരാൾ പോലും നോമിനേഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അതിനർത്ഥം അനീഷിനെ എല്ലാവരും അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുക. അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അനീഷിന് വേറെ കോണ്ടാക്ട് ഇല്ല. പിന്നെ അനീഷ് സ്വഭാവം മാറ്റുക എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ രേണുസുതി എന്തിന് ഒരാഴ്ച കാട്ടി ഒരു ഗെയിമില്ല. 1 ആഴ്ച മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് അതിനിപ്പോ മാപ്പ് കൊടുത്ത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത്തത് ഇത് കുഞ്ഞിനെ കാണണം, വീട്ടിൽ പോകണം, മടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു കുറഞ്ഞ ആള്. പിന്നെ അനീഷ് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സുധിച്ചേട്ടന്റെ ആത്മാവ്, അതും പറഞ്ഞു കുറേ നാള്. ഇപ്പൊ ഒന്നും പറയാനില്ല. ചുമ്മാ ഇങ്ങനെ മറ്റേ ലയാളെ പോലെ, രഞ്ജിത്തിനെ പോലെ ഇങ്ങനെ ആളെ തയ്ക്കാൻ വേണ്ടി ഒരാളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അത്രയുള്ളാരും ഇതുവരെയായിട്ട് നിലവിലെ സംഭവങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഈ റെന ഫാത്തിമ ഫുൾ വിഷയമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം മിക്കയിടത്തും പോയി വള്ളി പിടിക്കലാണ് പരിപാടി. ആദ്യം RJ മറ്റേ മുൻഷി
രഞ്ജിത്തിന്റെ അടുത്ത് പോയി വിഷയം ഉണ്ടാക്കി. അതിനുശേഷം ഒനീലിന്റെ അടുത്ത് പോയി അടി ഉണ്ടാക്കി. അതിനുശേഷം അനുവെ കണ്ട അനുവായിട്ട് ഫുൾ അടിയായിരുന്നു. അതിനുശേഷം ഷാനവാസത്തെ അടി ഫുൾ കറങ്ങിയെന്ന്. രന ഫാത്തിമ അവിടെ നിന്ന് ഔട്ടാവുന്നതിന് മുന്നേ 19 പേരോട്ട് അടിയായിട്ടേ വിടത്തുള്ളത്, പുറത്തുറങ്ങുന്നതുകൊണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ അത്രയാണ് ഇത്ര ഉള്ളത്. ബാക്കിയുള്ളത് അടുത്ത വീഡിയോ കാണാം.